Hey guys, welcome back to Motorhole 390. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ 2-3 ദിവസത്തെ ഇതിലത്തെ കറക്കങ്ങളും പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇന്ന് അടൽ ടണലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടൽ ടണൽ പോകണം. പിന്നെ ആ വഴി തന്നെ നമ്മൾ നേരെ അങ്ങനെ കറങ്ങി റോത്താങ്ങിൽ ഇറങ്ങി തിരിച്ച് വഴി തന്നെ വരണം. ഓക്കെ, നമ്മൾ നൈസാർപ്പിൻ പെൻസൊക്കെ കയറി നൈസായിട്ടൊന്ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്ററിനൊന്ന് കറക്റ്റാ ബോർഡ് എത്തി അറിയാം. അടൽ ടണൽ 17 കിലോമീറ്റർ കേട്ടോ, ജസ്റ്റ് 17 കിലോമീറ്റേഴ്സ്. പക്ഷെ ഒരുപാട് സമയം എടുക്കും ആ 17 കിലോമീറ്റർ ഓടാണെങ്കിൽ എന്നാണ് എനിക്ക് തോന്നണേ. ഫുള്ളിങ്ങനെ വളവ് പ്രശ്നമില്ല, റോഡ് മോശമാണ്. നല്ല റോഡായാൽ മതി, മോശമില്ല റോഡാവാണ്ടിരുന്നാൽ മതി. പൊട്ട റോഡാവാണ്ടിരുന്നാൽ മതി. അവിടെ ഫുള്ള് മറ്റേ ബങ്കി ജമ്പും മറ്റേ സിപ്പ് ലൈൻ്റെ പരിപാടി കേട്ടോ. നേരെ കുപ്പാഴയ്ക്ക് അപ്പുറത്തേക്ക് ഇട്ടും സീൻ തന്നെ. എല്ലാ തിരിവുകളുണ്ട് ഈ സംഭവം. സിപ്പ് ലൈൻ ഇവിടുന്ന് അങ്ങോട്ട് വിടണം, അവിടെ ചെയ്യണോ അടുത്ത സിപ്പ് ലൈൻ കേട്ടോ. സിപ്പ് ലൈൻ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മൂന്നാറോ എവിടെ കൊണ്ട് പോയിട്ട് അത് പിന്നെ ഇത്രയും സീനില്ല. താഴത്തേക്ക് നോക്കുമ്പോഴേ ജിമ്മിനി ടാക്സിയാ അത് കളി. അതിൻ്റെ ഓണർ ബുദ്ധിപരമായി ചിന്തിച്ചു. കല്ലുകളാണോ നിങ്ങൾ? പക്ഷെ എൻ്റെ മോനെ ഫുള്ള് ഇതിന് മറ്റേ ബോള് പോലത്തെ കല്ലുകളാണ് കഴിച്ചത്. അത് നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ കണ്ടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ പച്ച കളറിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുമ്പോണ്ടല്ലോ ഭംഗിച്ചിട്ടാ. ഓ, ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാട്ടോ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഞങ്ങളൊരു ദിവസം അങ്ങനെയാണ് കഴിഞ്ഞു പോയത്. വയറിന് നല്ല പണി കിട്ടി, രക്ഷയില്ല. അപ്പോൾ അന്നത്തെ ദിവസം സ്റ്റക്കായിരുന്നു. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ഫുഡ് കഴിക്കുക, നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കുക, അല്ലെങ്കിൽ നല്ല പണി കിട്ടും ഉറപ്പ്. കല്ലുകൾ കിടക്കണമെങ്കിൽ പുഴയെന്ന് ഒഴുകി വന്നിട്ട് നോക്കി നിങ്ങൾ. എൻ്റെ ദൈവമേ കണ്ടോ, ഇവിടെ എന്താ കല്ലുമഴ പെയ്യണ്ട അതുപോലത്തെ കല്ലുകളായി ഒരുപാട് പുഴയിൽ ഇങ്ങനെ കണ്ടക്കണം, അറ്റം തൊടി അറ്റം വരെ. നമ്മളിപ്പോൾ സോലം വില്ലേജിൽ എറിയുണ്ടോ നോക്കി. ATV ഒക്കെ വരണേ ഇവിടെ ഫുള്ള് ATV കേട്ടോ. ലോട്ട് ഓഫ് ATVs. സോലൻ വില്ലേജ്. അവിടെ വീണ്ടും ഒരു ATV ബ്ലൂ. രസമായിണ്ടല്ലേ. ഇവിടുത്തെ റോട്ടിലെ കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ, നമ്മുടെ നോക്കില്ലേ. നോക്കി, ഓ ഇവിടെ ഫുൾ ATV ആണല്ലോ ഇവിടെ. എന്തോരം നോക്കി നിങ്ങൾ, എന്തോരം ATVs ആണ് ഗൈസ്. ലോട്ട് ഓഫ്. ഇവിടെ അതുപോലെ ഈ ആർക്ക് പറയാനുണ്ടോ, ആർക്ക് എടുക്കണു ഒരു ജങ്കർ സാധനം കണ്ടോ, വൈറ്റ് ഏതൊരു സ്ഥലം കാണാൻ ഭംഗിയുണ്ട്. ഓ റൈറ്റ് സൈഡിലൊക്കെ ATVയാലോ. ഇതെടുക്കണ വെറൈറ്റി സാധനം. ഒമ്പോ ഈ ബ്ലാക്ക് ATV വയ്ക്കപ്പെട്ട സാധനമില്ലേ മൂടയില്.
സാധനം വേറെ മൂടാ. പണ്ട് ഭയങ്കര ആഗ്രഹിക്കണം ഇത് വാങ്ങിക്കണമെന്നൊക്കെ. പിന്നെ ഒട്ടുക്കത്തെ വില സമയം നമ്മൾ നല്ല ഒഴിവാക്കി. പിന്നെ റോഡ് ലീഗിലല്ലല്ലോ, അങ്ങനെ ഒന്നും സീനൊക്കെ ഇല്ലേ, റോഡ് ലീഗിലല്ല. അതുകൊണ്ട് പിന്നെ വൈ വിട്ടു. പക്ഷെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ നമുക്കത്. എൻ്റെ നാട്ടിൽ വേറൊരു ഡാവ് ഉണ്ടായിരുന്നു, ഫേസറിൻ്റെ ഫേസറില്ലേ അവിടെ ഫേസർ. അത് വെച്ചിട്ട് പുള്ളിക്കാരൊരു 80 അങ്ങനെ ഉണ്ടാക്കി. ഏതാ മൂട്, പൊളി മൂട്. ഓ അതെ മുകളിൽ കൊണ്ടോക്കിയ മഞ്ഞ് മലകൾ. ലഡാക്കിന്ന് ഇറങ്ങുമ്പോൾ ലഡാക്കിൽ നിൽക്കുമ്പോൾ ഇതേപോലെ വൈപ്പെടുന്നു. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് മലകളുടെ അടുത്തേക്ക് പോകണത് വീണ്ടും മണാലി വന്നിട്ടാണുള്ളത്. കുറച്ച് ദിവസം ഗ്യാപ്പായില്ലേ, വീണ്ടും മറ്റേ സാധനമുണ്ട് മനസ്സിൽ. പക്ഷെ ആ തണവ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ കയറി ഓൾമോസ്റ്റ് അഡൽട്ടാണല്ലോ എത്താറായിട്ടുണ്ട് ഗൈസ്. ഓൾമോസ്റ്റ്. അയ്യോ ഇവിടെ ഇടിഞ്ഞിട്ടോ, അയ്യേ സീനാലോ. റോഡൊക്കെ പകുതി വീട്ടിലുണ്ടോ? ഹലോ അടൽ ടണലാണല്ലോ ഹൈയസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ടണൽ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ലോങ്ങസ്റ്റ് അതായത് ഇത്ര ആറ്റിറ്റ്യൂഡിലിരിക്കണ ലോങ്ങസ്റ്റ് ടണലിന് അടൽ ടണലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനവിടെ എഴുതി വെച്ച പോലെ തോന്നി. ബ്ലോക്കാണല്ലോ ഇവിടെ, എന്തരാണ്. എടേ കുത്തി പിന്നെ ബൈക്ക് ആയതുകൊണ്ട് വലിയ ക്ഷീണില്ല എന്ന് വിചാരിക്കാം. എന്താ എൻ്റെ കഥ കൂടെട്ടാ, ഫുള്ള് ബ്ലോക്കാലോ. പെട്ടാ നമ്മള്. എന്തായിരിക്കും ഇങ്ങനെ ബ്ലോക്ക്? എനി ഐഡിയ? നമ്മളോട് നിർത്താൻ പറഞ്ഞോട്ടോ. എന്താ സംഭവം എന്നറിയില്ല, എന്തായാലും നോക്കാം. അങ്ങനെ ടണല് തുറന്നു കഴിച്ച് ഇവിടെ എന്തോ വർക്ക് നടക്കാണ്. അപ്പം അതിൻ്റെ എന്തോ നൈസായിട്ടൊന്ന് ഇടിഞ്ഞ് വീണെന്ന് തോന്നുന്നുണ്ടായി. അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്താവുന്നുണ്ട്. ഓപ്പണായി. ഈ ടണലിൻ്റെ അപ്പുറത്തേക്ക് എന്താ അവസ്ഥ എന്നുള്ളത് കണ്ടറിയണുണ്ടോ. ചിലപ്പോൾ നമുക്ക് നല്ല സ്നോ ആയിരിക്കും കിട്ടുക, ഒരു രക്ഷയില്ലാത്ത സ്നോ. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പോലെ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് കണ്ട് കാണാം ഗൈസ്. ഇത് തീരണില്ല ഇവിടെ ഗൈസ്, കുറേ നേരമായിട്ട് ഇതേ കളിയാ. തണവാണെങ്കിൽ വൺ സീൻ തണവായി, ഒരു രക്ഷയില്ലാത്ത തണവ്. ഞാനാണെങ്കിൽ ജാക്കറ്റിന്റെ സിബൊന്നും ഇട്ടിട്ടില്ല, പടിപ്പാളി. ഒരു രക്ഷയില്ലാത്ത തണവെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത തണവ്. അയ്യോ തണവിന്റെ അറ്റം. സമ്മതിക്കണോട്ടോ അടൽ ടണലുണ്ടാക്കി നമ്മുടെ BRFന്. കളി നോക്കി നിങ്ങള്, അത് എത്ര ദൂരമായിട്ട് ഈ കളിക്കണം അറിയാം. സീൻ തന്നെ കേട്ടോ, സമ്മതിക്കണം. എഞ്ചിനീയറിംഗ് വൈബ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാർബൽ വൈബ്സ് എത്ര ലെങ്ത് ആയിട്ട് കിടക്കണം അറിയാം. എത്താറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എത്താറായി ഗൈസ്. പക്ഷെ നമ്മൾ പ്രതീക്ഷ പോലെ മഞ്ഞൊന്നുമില്ല. പാടി മഞ്ഞൊന്നുമില്ല ഗൈസ്. അങ്ങക്ക് മുകളിൽ മാത്രമേ മഞ്ഞുള്ളൂ. പണിപ്പാളി.
ഞാൻ വിചാരിച്ച് ഇപ്പുറത്ത് കിടന്ന മുഴുവൻ മഞ്ഞാവുന്നു കഴിച്ചു. പണിപ്പാളും നേരം. വെൽക്കം ടു ചന്ദ്ര ബ്രിഡ്ജ്. നമ്മളിത് അടൽ ടണലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു കോഫിയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. കോഫി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ എക്സ്പെക്റ്റേഷൻ പോയി. ഞാൻ വിചാരിച്ചെന്താ അറിയോ, അവിടെ കയറുമ്പോൾ ഒക്കെ പച്ചപ്പ് വൈബ്, ഇപ്പുറത്ത് ഇറങ്ങുമ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും. അത് മീൻസ് സ്നോഫോൾ അല്ലെങ്കിലും ഈ കാണുന്ന ഹിൽസ് എല്ലാം മഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചേ. പണിപ്പാളി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം പിടിക്കാം. നമ്മൾ ചായ കുടിച്ചു, ഇവിടെ ഇറങ്ങും കേട്ടോ. റോത്താങ്ങിലേക്കാണ് ഹെഡ് ഉദ്ദേശിക്കണത്. അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കുറേ ആൾക്കാർ പറയുന്നുണ്ട് പോകാൻ പറ്റും, ചിലർ പറയുന്നുണ്ട് ഇല്ല, 4 വീൽസിന് മാത്രമല്ല ഇവിടെ ഉള്ളൂ, മഞ്ഞ് കാരണം ഫുൾ സീനായി കിടക്കുന്നൊക്കെ പറയുന്നുണ്ട് പലരും. എന്തായാലും നമുക്ക് പോയി നോക്കാം. വേറെ രസം എന്താണെന്നറിയോ, ഇന്നാണെന്നുണ്ട് വെച്ചെങ്കിൽ റോഡ് ഓപ്പണായി. ഇവിടുന്ന് ഇങ്ങോട്ട് ലേക്കുള്ള റോഡ് ഓപ്പണായി. ഇത് ഫസ്റ്റ് ഡേ. ഏതാ സീൻ നോക്കി നിങ്ങൾ. നമ്മൾ അത്രയും ദൂരം കറങ്ങി വന്നിട്ട് ഇവിടെ എത്തിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ റോഡ് ഓപ്പണായി. പണിപ്പാളി ഒരു പാളലേ. പക്ഷെ എൻ്റെ മോനെ മോളിക്കൊന്ന് നോക്കിയേ, വെള്ളച്ചാട്ടം തന്നെ വരവ് സ്റ്റെപ്പായിട്ട് വേറെ മൂഡ് കേട്ടോ. മലയുടെയൊക്കെ ഒരു ഷേപ്പ് നോക്കി നിങ്ങൾ. സീനല്ലേ. ഐശ്വര്യ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു വീട്ടിൽ ഒരു കാണ്ട് കിടക്കുന്നുണ്ട്, വലിയ ഐസ് പാളികൾ. വണ്ടിയിൽ ബൈക്ക് വിടില്ല എന്നാണ് പറഞ്ഞത്, സ്നോന്റെ ഷീൻ കാരണം. അതിപ്പോ എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇതുവരെ സീനൊന്നുമില്ല, ആരും കാണാനൊന്നുമില്ല. വഴി തടയുന്നൊക്കെയാണ് പറഞ്ഞത് മിലിറ്ററി കാര്യം. എന്തായാലും നമുക്ക് നോക്കാം, കണ്ടറിയാം. തിരിയുമ്പോഴും അതിമനോഹരം ഉണ്ടോ, ഒരു രക്ഷയില്ല. വേറെ ബൈക്ക്. പൊടിയായില്ല, ഫുള്ള് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. എന്തോ പക്ഷെ എൻ്റെ ദൈവമേ പൊടിമായ. അവിടെ കിറുക്കന്മാരൊക്കെയുണ്ടല്ലോ. നമ്മളെ പിടിക്കാനാണ് ഭാഗ്യം. അതൊന്നും പറഞ്ഞില്ല. അല്ല, ബൈക്കല്ല ഇവിടെ അല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ പറയണ്ട പോലെ ചിലർ കൺഫേം അല്ലല്ലോ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞു, നമ്മളെ പിടിക്കാനാവുണ്ട്. ഐസിനൊരു കളറില്ലാന്ന് കേട്ടോ. ഈ പൊടി അടിച്ചിട്ട് വണ്ടികൾ പോയിട്ട് അതൊക്കെ ഐസാണ്. കണ്ടോ, ഇത് കാണുന്നതൊക്കെ ഐസാ. കാണുമ്പോൾ ഒരു ഭംഗിയില്ലാന്നുള്ളത്. നമ്മൾ 2 സൈഡ് ഐസിൻ്റെ ഉള്ളിലാണല്ലോ പോണേ. ജിമ്മിന് നോക്കിയേ, ഊണിക്കാൻ അടിപൊളിയാണല്ലേ. നോക്കി 2 സൈഡ് ഐസ്, ഒരു രക്ഷയില്ല. കാണും ഭംഗിയില്ലാത്ത ഐസാണ്.
അത് കുറേ ഉണ്ട് കേട്ടോ. ഓ സൈഡിൽ റോഡില്ല, ഇടിഞ്ഞു പോയേക്കാണ് ഗൈസ്. പറച്ചെടുക്കാൻ നമ്മൾ വെച്ചാൽ അത് പൊട്ടൈസാണ് വെച്ചാലേ. റൈറ്റ് സൈഡിൽ അത് ഐസ് ഉരുക്കിയിട്ട് നോക്കിയേ, ഇങ്ങനെ അങ്ങനെ പൊട്ടി പൊട്ടി വീഴുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ടൂറിസ്റ്റുകൾക്കൊന്നും ഒരു കുറവില്ല കേട്ടോ ഗൈസ്. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, വരേണ്ടവരൊക്കെ വരുന്നുണ്ട്. പിന്നെ ന്യൂസ് മാത്രം കണ്ട് പേടിച്ചിരിക്കുന്നവർ അവിടെ ഇരിക്കുന്നുണ്ട്, ഇത്രേ ഉള്ളൂ. വെൽക്കം ടു കോക്സർ. നമ്മൾ കോക്സർ വില്ലേജ് എത്തിയിട്ടുണ്ട് ഗൈസ്. MG മേനേക്ക് ഐസ് വെള്ളം റൈറ്റ് സൈഡിലൊക്കെ ഉണ്ട് ഐസ്. ഹൈവ ഗ്ലോബ് നോക്കി അടിപൊളിയായിട്ടില്ലേ, നൈസ് ഒരു ഗ്ലോബ് നോക്കി, വേറെ മൂടായില്ലേ. കോക്സർ വില്ലേജ്, റോത്തങ് പാസ് 25. പോലീസിന്റെ ബോർഡൊക്കെ ഉണ്ട്, നമ്മൾ പിടിച്ചില്ല കേട്ടോ. ഇനി അപ്പുറത്ത് പിടിക്കുക എന്തോ നോക്കാം. ഐസിലൊരു ചായക്കട നോക്കിയേ, ഏതാ വൈബ്. ഐസിലിരുന്ന് നമുക്കൊരു മാഗി അടിച്ചാലോ, അടിപൊളിയാവൂലേ. നോക്കട്ടെ. ചേട്ടാ ഒരു വഴി തരുമോ? നൈസ്. അവിടെ ഇത്രയും വണ്ടികൾ സ്റ്റെക്കായിട്ടേക്കണേ. ഒട്ടുമിക്ക ആൾക്കാരുടെയും പോളണ്ട് പോയി. ബ്ലോക്ക് ആളീശ്വര പണിയാണോ? क्या प्रॉब्लम है? നമ്മളൊന്ന് കുത്തിക്കയറ്റാന്ന് വിചാരിച്ചു, നൈസായിട്ട് കയറ്റി വന്നപ്പോൾ അവൾ തിരിക്കുക, ലോക്കായി. ഇതിങ്ങനെ നീണ്ടത് പറഞ്ഞ് കിടക്കുകയാണ് ഇങ്ങനെ. ചും 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 ചും. ട്രാവലർ അങ്ങനെ ബാക്കിറങ്ങി മൂഞ്ചോലോടെ. ഞങ്ങൾ വീണ്ടും പെട്ടു ഗൈസ്. ഈ കിടക്കുന്ന ഫ്രണ്ടിലൊരു ട്രാവലറില്ലേ, അതിലൊന്നും ഡ്രൈവറില്ലേ, പുള്ളിക്കാരനൊക്കെ ഇറങ്ങി പോയിക്കണു. പോലീസൊക്കെ ഒന്നുണ്ട്, പക്ഷെ എന്താ കാര്യമുള്ളൂ, ഇത് മാറ്റാൻ പറ്റില്ല ബ്ലോക്ക്. ആ ഗാഡിയുടെ ഡ്രൈവറില്ല. ഇങ്ങനെ പോലീസ് പോയിട്ട് രണ്ട് ട്രാവലറിലും ഡ്രൈവർ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. മെല്ലെ മെല്ലെ ഒരു മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. മെല്ലെ മെല്ലെ മൂവ് ആവുന്നുണ്ട്. നോക്കാം. ഈ സൈഡിൽ മഞ്ഞാണെങ്കിലും നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല. അതേലെ ഭാഗ്യം സ്റ്റാർട്ടായത്. ക്യാ ബ്രോ?
ആ ചെറുതായിട്ടൊന്ന് എനക്കിണ്ട്. എന്തായാലും ആവട്ടെ. അതിനിപ്പോൾ പന്നികൾ മൊത്തം പാർക്ക് ചെയ്തിട്ടിരിക്കണേ, അതാണ് പ്രശ്നമായി. ഫുള്ള് പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുക, വണ്ടികളിൽ ആളില്ല. ലോക്ക്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴേ മഞ്ഞിലൊരു മാഗി കട ഉണ്ടല്ലേ, അവിടെ കയറാം നമുക്ക്. ഓ ഇതാ കാണാമായിരിക്കണം മാഗി കട. ലെഫ്റ്റ് സൈഡിൽ ഐ തിങ്ക് ഷോ. വണ്ടി ഒതുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. മാഗി അടിച്ചാലോ മഞ്ഞിലിരുന്നിട്ട്? പിന്നെ വൈബല്ലേ. വണ്ടി പാർക്ക് ചെയ്യാനാണ് സീനോടെ. ശരി, വണ്ടി താഴെ പോയ മൂഞ്ചി. നമുക്ക് അവിടെ നിന്നൊരു മാഗി അടിക്കാൻ പറ്റും നോക്കാം. നമ്മൾ പിന്നെ മൂഞ്ചി കഴിച്ചു. ഇവിടെ ഗൂഗിൾ പേ ഇല്ല, പെട്ടു. മൂഞ്ചൽ എന്ന് പറഞ്ഞാൽ വലിയ മൂഞ്ചൽ. റോത്തങ്ങൾ കയറാൻ പറ്റിയില്ല, മാഗി കഴിക്കാൻ പറ്റില്ല, ഗൂഗിൾ പേ ഇല്ല. ടസ്കേഷ്. അപ്പോൾ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഗൈസ്. ഇതല്ലേ താഴ്ത്തോട്ടിറങ്ങും. வாழ்க்கை என்பதே அன்பினால் அன்பின் 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 அன்பினில் பாட்டாயிருப்போ. കാറ്റടിക്കണ് കാട്ടിക്കണ് കുളിരേ കുളി കുളിരേ. ഏതൊക്കെ കാറ്റിച്ചിട്ടോ വണ്ടി സൈഡിൽ വലിയ അമ്മാരി കാറ്റാലും. റോഡ് എന്തായാലും കൊള്ളാം, നല്ല റോഡാ. അടൽ ടണല് മൂഞ്ചി, റോത്തങ്ങി മൂഞ്ചിന്ന്, മാഗി പൂജി, എല്ലാം കൂടെ പൂജ്യലായിരുന്നു. മൂഞ്ചൽ ട്രിപ്പ്, ഒരു മൂഞ്ചൽ റൈഡ് അല്ലെങ്കിൽ ഒരു മൂഞ്ചൽ ഡേ. അടൽ ടണലിന്റെ മൂഞ്ചൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മളിങ്ങനെ കിടക്കുമ്പോൾ വിചാരിച്ചത് ഇപ്പുറത്തെ ഫുള്ള് വല്യായിരിക്കും. അങ്ങനെയല്ല, എക്സ്പെക്ടേഷൻ കിൽഡ്. പിന്നെ അതേപോലെ റോത്തങ്ങനെ പോകാൻ പറ്റില്ല എന്ന് അവിടെ ആരൊക്കെ പറയണ്ടായിരുന്നെങ്കിലും നമ്മൾ പോയി നോക്കിയപ്പോൾ അവരും പറഞ്ഞു, മക്കളെ ബൈക്ക് നോട്ടല്ലേ അവിടെ, അവിടെയും മൂഞ്ചി. മഞ്ഞിലിരുന്ന് മാഗി കഴിക്കാന്ന് പോയപ്പോഴോ അവിടെയും മൂഞ്ചി. ടോട്ടലൊരു മൂഞ്ചോഫിക്കേഷൻ ബ്ലോഗ്. മൂഞ്ചോഫിക്കേഷൻ ബ്ലോഗ്. തിരിച്ച് വീണ്ടും അടൽ ടണലിൻ്റെ അവിടെ തന്നെ എത്തിയിട്ടാ. അടൽ ടണൽ റോത്താങ്. സംഭവം റോത്താങ് ഭാഷയിൽ ബദലായിട്ട് വന്ന സംഭവം ഉണ്ട് ഈ അടൽ ടണൽ എന്ന് പറയുന്നത്. ഇത് വന്ന കാരണം ഇങ്ങോട്ട് എത്താനുള്ള സമയം ഒരുപാട് ലാഭമുണ്ട്, മനസ്സിലായോ?
കേരള ഇപ്പോ റോത്തങ് നോട്ട് ഗോയിങ്, ബൈക്ക് ഇസ് നോട്ട് അലൗഡ്. അക്ഷയ് 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 താങ്ക് യു സാർ. എടാ പോലീസ് വിളിക്കണ്ടാ, ബാക്കി പോടാ. അങ്ങനെ നമ്മൾ ടണലിൽ എൻട്രി ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ.